അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം കേരളത്തിലെ സമസ്തക്കാർക്ക് എല്ലാം നോമ്പായിരുന്നു. കേരളത്തിലുള്ള വഹാബികളാവട്ടെ, അതുമാത്രമല്ല ലോകത്തുള്ള മുഴുവൻ സലഫികൾക്കും നോമ്പില്ല. കാരണം ഇങ്ങനെ ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നാണ് വഹാബികളായ മുജാഹിദുകളായ ആളുകൾ പറയുന്നത്. അതിൽപ്പെട്ട ഒരു വഹാബിയാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ ഷെരീഫ് സക്കാഫിയുടെയും മറ്റും ഒരു അഭിമുഖം കാണുകയുണ്ടായി. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാന്ന് കേട്ടു നോക്കാം. അതിൻ്റെ തലവാചകം ഇങ്ങനെയാണ്, അതായത് മിഅ്റാജിനെ നോമ്പ് സുന്നത്തല്ലെന്നോ എന്ന് കേട്ടപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തായിട്ട് പറയപ്പെട്ടും ഹദീസ് പറയും, സഹാബികൾ നോമ്പ് മറ്റ കഥകളൊക്കെ പറയുന്ന വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഒന്ന് കേൾക്കുക അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന്, എന്തുകൊണ്ടാണ് മുജാഹിദുകൾ ഇത് ചെയ്യാത്തത് എന്നും നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാവും. അത് മാത്രമല്ല, എനിക്ക് പറയാനുള്ളത്, ഈ ക്ലിപ്പ് നിങ്ങൾ അവസാനം വരെ കാണണം. വളരെ കുറച്ച് സമയമുള്ളൂ. കാരണം ഒരു 4 മിനിറ്റ് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ക്ലിപ്പായിരിക്കും. നിങ്ങളിത് ഫുള്ള് കാണണമെന്ന് പറഞ്ഞത്, ഇവർ രണ്ടുപേരും നടത്തിയ അഭിമുഖത്തിൽ അവസാനം ഇവർ തന്നെ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പഠിപ്പിച്ചിട്ടില്ല, ആ വന്ന ഹദീസുകൾ സനദ് നിവേദക പരമ്പര പൂർണ്ണമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളിത് കേൾക്കണം എന്നാണ് ആദ്യമായി പറയാനുള്ളത്. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്ന തെളിവുകൾ നിങ്ങളൊന്ന് കേൾക്കുക. മേറാജ് നോമ്പ് അല്ലെങ്കിൽ റജബ് 27 നോമ്പ് എന്നൊക്കെ പറയാറുണ്ട്. സുന്നികളായ ആളുകൾ വർഷങ്ങളായി നോമ്പ് അനുഷ്ഠിച്ച് വരുന്നുണ്ട്, പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അടുത്ത കാലങ്ങളിലായി വഹാബി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ സ്റ്റാറ്റസിലൂടെയും റീലിലൂടെയും ഇത്തരം ഒരു നോമ്പ് ബിദഅത്താണ്, അനാചാരമാണ്, നബിയോ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ലാത്തതാണ്, അതുകൊണ്ട് ഇത് അനാചാരമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ പിന്തുടരുന്നത് ഷാഫിഈ മദ്ഹബാണ്. ഷാഫിഈ വീക്ഷണങ്ങളെയാണ് നമ്മൾ പിൻപറ്റുന്നത്. ഈ ഷാഫിഈ മദ്ഹബിൽ ഈ ഒരു നോമ്പിനോട് അഥവാ മിഅ്റാജ് നോമ്പിനോടുള്ള നിലപാട് എന്താണ്? ഇതിന്റെ വിധി എന്താണ്? സുന്നത്താണെന്നാണ് പറയാറ്. അതിനേതെങ്കിലും ആധികാരിക ഗ്രന്ഥത്തിൽ നിന്നുള്ള തെളിവുണ്ടോ? ഉണ്ട്. ഷാഫിഈ മദ്ഹബിന്റെ എന്നല്ല 4 മദ്ഹബിന്റെയും ഇമാമിയങ്ങൾ ഇത് സംബന്ധിച്ച് പറഞ്ഞ ഒരുപാട് രേഖകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, ഹിജറ 831 വഫാത്തായ 9-ാം നൂറ്റാണ്ടിൽ 8-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 9-ാം നൂറ്റാണ്ടിൽ വഫാത്തായ വലിയ ഷാഫിഈ പ്രമുഖനാണ് മഹാനായ ഇമാം ബർമാവി റഹ്മത്തുള്ളാഹി അലൈഹി. അവിടെ നിന്ന് പറയുന്നത് കാണാം, വയുസന്നു സൗമു യൗമിൽ മിഅ്റാജ്. പച്ചയായി തന്നെ പറഞ്ഞിട്ടുണ്ട്, മിഅ്റാജ് ദിവസം നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. ഈ ഉദ്ധരണി അതുപോലെ തന്നെ പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ എൻ്റെ കയ്യിലുള്ള. സഹോദരങ്ങളെ കേട്ടല്ലോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇമാം ബർമാവി പറഞ്ഞിട്ടുണ്ട്. അത് ഷാഫി ഇതിലിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ട്, ഇമാം അഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഹംബലി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇമാം ഷാഫി പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫിയുടെ ഒരു കിതാബിലുമില്ല. ഇമാം മാലിക്കിൻ്റെ ഒരു കിതാബിലുമില്ല. ഇമാം മാലിക്കിൻ്റെ ഒരു ശിഷ്യനും പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫിയുടെ ശിഷ്യൻ പറഞ്ഞു എന്ന രൂപത്തിലാണ് പറയുന്നത്. ഇമാം ബർമാവി പറഞ്ഞിട്ടുണ്ടെന്ന്. ഇദ്ദേഹമാവട്ടെ ഹിജറ 831 വഫാത്തായ മനുഷ്യനാണ്. ഈ 100 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമ കാലക്കാർ എൻ്റെ കാലക്കാരാണ്, പിന്നീട് അതിൻ്റെ അടുത്ത കാലക്കാരാണ്, പിന്നീട് അതിൻ്റെ അടുത്ത കാലക്കാരാണ് എന്നിങ്ങനെ 3 നൂറ്റാണ്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ നൂറ്റാണ്ടിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു നോമ്പ് നോറ്റോ? ഇങ്ങനെ ഒരു നോമ്പ് അവരാരെങ്കിലും നോറ്റോ? ആ സമൂഹത്തിൽ ഇല്ല. എന്നിട്ട് ഇദ്ദേഹം പിന്നെ പറയുന്നത് എന്താ? പിൽക്കാലത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു. പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ എന്തോ എഴുതി വെച്ചത് ഇസ്ലാമിൽ എങ്ങനെ തെളിവാവും മുസ്ലിയാരെ? ദീനിൽ തെളിവ് വേണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ വേണം, അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഹദീസ് വേണം, അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ ഇജ്മാ വേണം.
ഖിയാസ് വേണം. ഇതൊന്നുമില്ല. ഈ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഇമാം ബർമാവി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊരു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങൾ. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇനി പോകട്ടെ, നിങ്ങൾ അവസാനം ഞങ്ങൾ പറയുന്ന വാദത്തിലേക്ക് നിങ്ങൾ പറഞ്ഞ ഭാഗം കൂടി ഈ ആളുകൾക്ക് കേൾപ്പിക്കുകയാണ്. അവസാനം അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് അവർ പറയുന്ന ഭാഗവും നിങ്ങൾ കേൾക്കാം. ധാരാളം മതി. ഒരുപക്ഷെ സ്വഹിഹായ ഹദീസുകൾ ഇന്ന് ഇല്ലായിരിക്കാം. മിഅ്റാജ് നോമ്പുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളുടെ എല്ലാം നിവേദക പരമ്പരകളിൽ ബലഹീനത കൽപ്പിക്കുന്ന ചില കാരണങ്ങൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്.